പാലക്കാട് ജില്ലയിലെ തീവ്ര വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് ശേഷം കരട് പട്ടികയിൽ നിന്ന് 1/4 ലക്ഷം പേരെ ഒഴിവാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മരണം, സ്ഥലത്തില്ലാത്തത്, സ്ഥലം മാറിയത്, ആവർത്തനം എന്നീ കാരണങ്ങളാണ് ഇത്രയും പേരെ ഒഴിവാക്കിയതെന്ന് കളക്ടർ പറഞ്ഞു. 24,909 പേരാണ് ഒഴിവാക്കപ്പെട്ടത്. പരാതികൾ പരിഗണിച്ച ശേഷം 1,36,706 പേരെ അന്തിമ വോട്ടർ പട്ടികയിലേക്ക് ചേർത്തതായി കളക്ടർ പറഞ്ഞു. ജില്ലയിൽ മൊത്തം 22,50,573 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. ജില്ലയിലാകെ 11,05,398 പുരുഷന്മാരും 11,47,655 സ്ത്രീകളുമാണുള്ളത്. ഭിന്നലിംഗക്കാർ 20 പേരും. പട്ടാമ്പി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ, 2,10,000. ഏറ്റവും കുറവ് തരൂർ മണ്ഡലത്തിലാണ്, 1,63,524 വോട്ടർമാർ. പുരുഷ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളതും പട്ടാമ്പി മണ്ഡലത്തിലാണ്, 1,04,047 പേർ. കുറവുള്ളത് തരൂരിലാണ്, 80,465 പേർ. വനിതാ വോട്ടർമാർ ഏറ്റവും കൂടുതൽ ഒറ്റപ്പാലത്താണ്, 1,07,272 പേർ. ഏറ്റവും കുറവ് 83,059 പേർ തരൂരിലും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭിന്നലിംഗക്കാരുള്ളത് മലമ്പുഴ മണ്ഡലത്തിലാണ്, 5 പേർ. 2025 ഡിസംബർ 23 മുതൽ 2026 ജനുവരി 30 വരെയാണ് പരാതി അപേക്ഷകൾ പരിഗണിച്ചതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. കരട് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരും എന്നാൽ 2002 പഴയ SIR പട്ടികയുമായി മാപ്പ് ചെയ്യാൻ കഴിയാത്തവരുമായ 1,61,661 പേരുടെ വിവരങ്ങൾ BLOമാർ വഴിയായും പ്രത്യേക ക്യാമ്പുകൾ സജ്ജീകരിച്ചും ശേഖരിക്കുകയും പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞ 1,56,904 പേരുടെ വിവരങ്ങൾ അന്തിമ പട്ടികയിൽ സ്ഥിരപ്പെടുത്തുകയും അയോഗ്യരാണെന്ന് വിവിധ കാരണങ്ങളാൽ കണ്ടെത്തിയ 4,757 പേരെ അന്തിമ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതിൽ 383 പേർ മരണമടഞ്ഞവരും വിദേശ പൗരത്വം നേടിയ 54 പേരും സ്ഥലം മാറിപ്പോയവരും ഓൾറെഡി എൻറോൾഡ് ആയവരുമായ 4,243 പേരും തെറ്റായി പേര് ചേർക്കപ്പെട്ട 89 പേരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കരട് പട്ടികയിൽ നിന്നും മരണം, സ്ഥലം മാറിപ്പോയവർ, ആബ്സെന്റ്, ഓൾറെഡി എൻറോൾഡ് എന്നീ കാരണങ്ങളാൽ കണ്ടെത്താൻ കഴിയാതെ വന്നതിനാൽ 1,90,291 പേരുടെ വിവരങ്ങൾ എന്യൂമറേഷൻ ഫോമിലൂടെ ലഭ്യമായിരുന്നില്ല. ഇത്തരക്കാർ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ മുഴുവൻ പേരും അനർഹരാണ് എന്ന് കരുതരുത് എന്നും ഇത്തരക്കാർക്ക് പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തുടർന്നും അവസരം ഉണ്ടാകുന്നതാണ് എന്നും കമ്മീഷൻ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ പത്ര, ദൃശ്യ, ശ്രവ്യ, സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയും എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വഴിയായും ബൂത്ത് ലെവൽ ഏജന്റുമാർ വഴിയായും വിവരങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നു മുതൽക്കാണ് പട്ടിക പ്രാബല്യത്തിലാവുക. ഓരോ മണ്ഡലത്തിലെയും പട്ടികകൾ കളക്ടർ പുറത്തുവിട്ടു. UTV ന്യൂസ്, പാലക്കാട്.